നമസ്കാരം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ഈ ദുരന്തത്തിൽ സർക്കാർ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാരും കരാർ കമ്പനിക്കാരും പ്രതിക്കൂട്ടിലായ സാഹചര്യത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. സാങ്കേതിക നിയമ പരിശോധനയും പാരിസ്ഥിതിക അനുമതിയും നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതിലുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ആശ്വാസ സഹായം നൽകുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. സാങ്കേതിക നിയമ പരിശോധന നടത്തും. പാരിസ്ഥിതിക അനുമതി ലഭിച്ച അവസരത്തിൽ കേന്ദ്രം നൽകിയ നിർദ്ദേശങ്ങൾ, അതായത് ഈ സമയത്ത് കേന്ദ്രം കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിച്ചോ എന്നും, അതായത് ഇത് അനുസരിച്ചാണോ കരാർ കമ്പനി പണി നടത്തിയത് എന്നാണെങ്കിൽ, അതായത് പരിശോധന അക്കാര്യത്തെ കുറിച്ചാണ് പരിശോധന നടത്തുന്നത്. ഈ 2 അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ജാർഖണ്ഡ് സ്വദേശിയായ തൊഴിലാളി അൻമോൾ റായ്, ബീഹാർ സ്വദേശിയായ സിവിൽ ഫോർമാൻ വികാസ് കുമാർ സിംഗ്, മധ്യപ്രദേശ് സ്വദേശിയായ ഓപ്പറേറ്റർ ചന്ദ്രപ്രാൻ പാൽ എന്നിവരാണ് മരിച്ചത്. 9 പേർക്ക് പരിക്കേറ്റ് ചികിത്സയിലാണ്. അതായത് ഈ അപകടത്തിൽ 9 പേർക്കായിരുന്നു പരിക്കേറ്റത്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവർക്കായി ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ മരിച്ച 3 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ രാത്രിയോടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. എയർലിഫ്റ്റ് വഴി മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലെത്തിക്കും. കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നു മുതൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും കാണാതായവർക്കായുള്ള ഊർജിതമായ തിരച്ചിൽ നടക്കുകയാണ് എന്നതിലാണ് നിലവിൽ പ്രഥമ പരിഗണന നൽകുന്നു എന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. രക്ഷാദൌത്യം സുഗമമാക്കുന്നതിനായി ദുരന്തബാധിത പ്രദേശത്ത് പ്രധാനമായും 4 സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട്. NDRF-ഉം RRF-ഉം എയർഫോഴ്സും ലോക്കൽ പോലീസ് എന്നിവരടങ്ങുന്ന 500-ലധികം വരുന്ന വിപുലമായ സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഓരോ സോണിലും പ്രത്യേക സംഘങ്ങളെ വിന്യസിച്ചുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശീലനം സിദ്ധിച്ച കഡാവർ ഡോഗുകളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണവും NDRF സംഘം നടത്തുന്നുണ്ട്. കനത്ത മഴയും കോടമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ വരെ നീണ്ട ദൌത്യം ഇന്ന് രാവിലെ 6:30യോടെയാണ് പുനരാരംഭിച്ചത്. പ്രതികൂല സാഹചര്യമാണ് എങ്കിലും ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് ദൌത്യം പുരോഗമിക്കുന്നത്. കാണാതായ 5 പേരും കരാർ കമ്പനിയിലെ ജീവനക്കാരാണെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഇവരുടെ താമസ സ്ഥലങ്ങൾ ഉരുൾപൊട്ടലിൽ തകർന്നു പോയിട്ടുണ്ടെന്നും തൊഴിലാളികൾ താമസിച്ചിരുന്ന കണ്ടെയ്നറുകൾ മണ്ണിടിച്ചിലിൽ സ്ഥാനം തെറ്റിയ നിലയിലാണെങ്കിലും അവ മണ്ണിൽ പൂർണ്ണമായും പെട്ടിട്ടില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചു. എങ്കിലും താമസ സ്ഥലത്തോ പരിസരത്തോ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. നിലവിൽ പുറത്തുനിന്നുള്ള കൂടുതൽ സന്നദ്ധ സംഘടനകളുടെ സഹായം ആവശ്യമില്ലെന്നാണ് ഔദ്യോഗിക തീരുമാനം.